നമ്മൾ ഈ സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് കോഡ് ഡിപ്ലോയ് ഏജൻറ്റ് ഒരു EC2 ഇൻസ്റ്റൻസിൽ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, അതായത് ഒരു കോഡ് ഡിപ്ലോയ് ടാസ്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, ആ ഒരു ഇവൻ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് കോഡ് ഡിപ്ലോയ് ഏജൻറ്റ്, അതിപ്പം EC2 ഇൻസ്റ്റൻസിലാവാം അല്ലെങ്കിൽ ഓൺ പ്രിമിസസിലാവാം, ആ ഒരു കോഡ് ഡിപ്ലോയ് ഏജൻറ്റ് റണ്ണിങ് ആയിരുന്നാൽ മാത്രമേ ആ കോഡ് ഡിപ്ലോയ് നമുക്ക് ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ അത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്ത് ആ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡിറ്റക്ഷൻ നടക്കുകയുള്ളൂ. പിന്നീട് അതനുസരിച്ചിട്ടാണ് സോഴ്സ് കോഡ് മറ്റ് റെപ്പോസിറ്ററീസിൽ നിന്ന് പുൾ ചെയ്തുകൊണ്ട് വരികയും ബാക്കി ഡിപ്ലോയ്മെൻറ്റ്സ് നടക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ ഒരു EC2 ഇൻസ്റ്റൻസിൽ നമുക്ക് എങ്ങനെ ഈ ഒരു കോഡ് ഡിപ്ലോയ് ഉപയോഗിച്ച് ഒരു ഡിപ്ലോയ്മെൻറ്റ് നടത്താം എന്നുള്ളതാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രൈമറി ഫേസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു EC2 ഇൻസ്റ്റൻസിൽ നമുക്ക് എങ്ങനെ കോഡ് ഡിപ്ലോയ് ഏജൻറ്റിനെ ഇൻസ്റ്റാൾ ചെയ്ത് റണ്ണിങ് സ്റ്റേജിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പ്രാക്ടിക്കലി ഈ സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് സെഷനിലേക്ക് കിടക്കാം. സോ നമ്മുടെ സോഴ്സ് കോഡ് നമുക്ക് നമ്മുടെ കോഡ് കമ്മിറ്റിലുണ്ട്. അതുപോലെ നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ബിൽഡ് സ്റ്റേജ് ഇവിടെ യൂസ് ചെയ്ത് അത് നമ്മൾ നോക്കി മനസ്സിലാക്കി. അപ്പോൾ നെക്സ്റ്റ് നമുക്കിനി ബിൽഡ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു പ്രോജക്റ്റിനെയാണ് നമുക്ക് ഡിപ്ലോയ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിപ്ലോയ് ചെയ്യേണ്ടത് നമ്മൾ എക്സാമ്പിളിന് വേണ്ടി നോക്കുന്നത് ഇപ്പോൾ EC2 ഇൻസ്റ്റൻസിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു EC2 ഇൻസ്റ്റൻസ് വേണം നമ്മുടെ അക്കൗണ്ടിൽ. ഒരു EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യണം. അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ഒരു കീ പെയർ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ SSH ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫണ്ടമെൻ്റൽ കോഴ്സിൽ ഫ്രീ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പലതവണ. അപ്പോൾ അതുകൊണ്ട് ഞാനത് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡൗട്ടുള്ളവർക്ക് ഒന്നുകിൽ ഇവിടുത്തെ Q&A സെക്ഷനിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, നമ്മളത് ആൻസർ ചെയ്യാം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാം, മനസ്സിലാക്കി തരാം. അല്ലെങ്കിൽ ആ പഴയ ഫണ്ടമെൻ്റൽ കോഴ്സ് ഓൾറെഡി ഉണ്ട്, അതിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതിന് ആ ഒരു സമയം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു EC2 ഇൻസ്റ്റൻസ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ കാണുന്ന ഒരു EC2 ഇൻസ്റ്റൻസ് ഇവിടെ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ചെയ്യേണ്ട, നമുക്ക് ഈ ഒരു EC2 ഇൻസ്റ്റൻസിന് നമുക്കൊരു റോള് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് കോഡ് ഡിപ്ലോയ് ഏജൻറ്റിന് മറ്റേതെങ്കിലും ഒരു സോഴ്സ് കോഡ് സോഴ്സ് കോഡ് റെപ്പോസിറ്ററിയിൽ നിന്നുമാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി ആ ഒരു പാക്കേജ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് ഈ പറഞ്ഞ EC2 ഇൻസ്റ്റൻസിലോട്ട് ഡിപ്ലോയ് ചെയ്യേണ്ടത്. അപ്പോൾ EC2 ഇൻസ്റ്റൻസിന് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്, ഇപ്പോൾ S3-ലായിരിക്കും നമ്മുടെ കോഡ് നമ്മൾ പുഷ് ചെയ്തിട്ട് അവിടെ നിന്നായിരിക്കും എടുത്തുകൊണ്ട് വരാൻ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത്. നമുക്ക് ആ ഒരു സിനാരിയോ അനുസരിച്ച് പിന്നീട് ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു അസംഷൻ അനുസരിച്ച് നമുക്ക് S3-ലായിരിക്കും നമ്മുടെ കോഡ് കിടക്കുന്നത്. അപ്പോൾ ആ S3-ൽ നിന്നും ആ കോഡ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ EC2 ഇൻസ്റ്റൻസിൽ ഡിപ്ലോയ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് EC2-ന് S3-ൽ ആക്സസ് വേണം. EC2-ന് S3-ലുള്ള ആ ഒരു ഫയൽസ് റീഡ് ചെയ്തെടുക്കാനുള്ള ആക്സസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു റോള് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് IAM സെക്ഷൻ എടുക്കാം. IAM സർവീസ് എടുത്തിട്ട് ആ ഒരു സെക്ഷൻ എടുത്തിട്ട് നമുക്ക് അവിടെ ഒരു റോൾ ആദ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കിടക്കുന്ന മറ്റ് റോൾസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പുതുതായിട്ടൊരു റോൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. റോൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് EC2-നാണ്. EC2-നാണ് S3-ലോട്ട് ആക്സസ് ചെയ്യേണ്ട ഒരു റോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ EC2 സെലക്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് S3-ആണ്. S3 നമുക്ക് കൊടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. AWS S3 ഫുൾ ആക്സസ് ഉണ്ട്. ഫുൾ ആക്സസിൻ്റെ കാര്യമില്ല, നമുക്ക് റീഡ് ഓൺലി മതി. അപ്പോൾ നമുക്ക് ആമസോൺ S3 കൊടുത്ത് ഒന്നുകൂടെ സെർച്ച് ചെയ്യാം. ഓക്കെ, ആമസോൺ S3-യുടെ റീഡ് ഓൺലി ആക്സസ് മാത്രം നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആമസോൺ S3 റീഡ് ഓൺലി ആക്സസ് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു ഒരു പേര് നമുക്ക് കൊടുക്കാം. കോഡ് ഡിപ്ലോയ് EC2 S3 ആക്സസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേര് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് റോൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു റോൾ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത റോളാണ് കോഡ് ഡിപ്ലോയ് EC2 S3 ആക്സസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റോൾ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ റോള് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ
EC2 ഇൻസ്റ്റൻസിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ EC2ന് ആ ഒരു പ്രിവിലേജ് കിട്ടുള്ളൂ, S3ന് ആക്സസ് ചെയ്ത് അതിലുള്ള കണ്ടൻസ് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്, റീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള നമ്മുടെ EC2 ഇൻസ്റ്റൻസ് എടുക്കുക. അതിൽ നമുക്കതിൽ സെക്യൂരിറ്റിയിൽ മോഡിഫൈ IAM റോൾ എന്നും പറഞ്ഞൊരു മെനു കാണാൻ പറ്റും. ആ ഒരു സബ് മെനു, ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇവിടെ ചൂസ് IAM റോൾ എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത റോൾ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. കോഡ് ഡിപ്ലോയ് EC2 S3 ആക്സസ് എന്ന് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് കൊടുക്കുക. ഇപ്പം നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത റോള് നമ്മുടെ EC2 ഇൻസ്റ്റൻസിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് കണ്ടത് അതിൽ സെക്യൂരിറ്റി ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു റോള് നമുക്ക് EC2 ഇൻസ്റ്റൻസിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന റോള് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെറിയൊരു സ്റ്റേജ് കഴിഞ്ഞു. അപ്പം EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്തിട്ടില്ലാത്തവർ ഓൾറെഡി ലോഞ്ച് ചെയ്യുക, അതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്കിനി ചെയ്യേണ്ടത് കോഡ് ഡിപ്ലോയ് ഏജൻറ്റ് ഈ പറഞ്ഞ EC2 ഈ റണ്ണിങ് ആയിട്ടുള്ള EC2 ഇൻസ്റ്റൻസിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് EC2 ഇൻസ്റ്റൻസിലോട്ട് നമുക്ക് ആദ്യം SSH വഴി ഒരു ടെർമിനൽ വഴി കണക്ട് ചെയ്യാം. ഞാനിവിടെ പുട്ടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പുട്ടി വെച്ചിട്ട് തന്നെയാണ്, പുട്ടി വെച്ചിട്ട് കണക്ഷൻ ചെയ്യാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം വിൻഡോസ് മെഷീനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ലിനക്സ് ആണെങ്കിൽ പുട്ടിയുടെ ആവശ്യമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് ടെർമിനലിൽ നിന്ന് കീപെയർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കീപെയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ഡൗട്ട്സ് ഉള്ളവർ ചോദിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ആ പുട്ടി ഉപയോഗിച്ചിട്ട് EC2 ഇൻസ്റ്റൻസിലോട്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. രണ്ട് ടാബ് എടുത്തിട്ടുണ്ടെന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് മൾട്ടിപുട്ടി എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റിയാണ്, പുട്ടിയുടെ പുറത്ത് വർക്ക് ചെയ്യുന്നൊരു യൂട്ടിലിറ്റിയാണ്. പുട്ടി തന്നെയാണ് ബേസിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് ടാബ് ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ട് ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ EC2 ഇൻസ്റ്റൻസിലോട്ട് SSH ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ ബാക്കി ബാക്ക്ഗ്രൗണ്ട് വിൻഡോസ് ഒന്ന് മിനിമൈസ് ചെയ്യുക, നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി എളുപ്പം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടെർമിനലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്നിട്ട് വേണം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ, ഈ പറഞ്ഞ കോഡ് ഡിപ്ലോയ് ഏജൻറ്റിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ ഈ കോഡ് ഡിപ്ലോയ് ഏജൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിതിൽ ഓൾറെഡി കോഡ് ഡിപ്ലോയുടെ ഡോക്യുമെൻറ്റേഷനിൽ കോഡ് ഡിപ്ലോയ് ഏജൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓൾറെഡി കോഡ് ഡിപ്ലോയുടെ AWS ഡോക്യുമെൻറ്റേഷനിൽ ഇവിടെ ഒരു സെക്ഷനുണ്ട്, ഇൻസ്റ്റാൾ ദ കോഡ് ഡിപ്ലോയ് ഏജൻറ്റ് ഫോർ. നിങ്ങൾ ഉപയോഗിക്കുന്ന OS ഏതാണോ, ഇപ്പം ഞാനിതിൽ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഈ ഒരു EC2 ഇൻസ്റ്റൻസ് റൺ ചെയ്യുന്നത് ഉബുണ്ടുവിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് ഞാൻ ഇവിടെ റൺ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ അതിന് പകരം ഇപ്പോൾ റെഡ് ഹാറ്റിൻ്റെ ഇൻസ്റ്റൻസ് ആണെങ്കിലോ അങ്ങനെ ഏതെങ്കിലും മറ്റ് OS ആണ് റൺ ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്സ് ഇവർ ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഉബുണ്ടു ഇൻസ്റ്റൻസ് ആണ്. അപ്പോൾ ഉബുണ്ടുവിന് ഉള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഉബുണ്ടുവിൻ്റെ OS വെർഷൻ അനുസരിച്ചിട്ടുള്ള. അപ്പോൾ ആ പറഞ്ഞ സ്റ്റെപ്സാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്സ് ഞാനിവിടെ ഒരു നോട്ട് പാഡിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, എളുപ്പം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ സ്റ്റെപ്സ് ഞാൻ പെട്ടെന്നൊന്ന് റൺ ചെയ്യുകയാണ് ഇപ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റൂബി ഇൻസ്റ്റാൾ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പ്രീ റിക്വസ്റ്റ് ചെയ്യായിട്ട്. അപ്പോൾ റൂബി ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഈ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്സ് ഞാനിതിൻ്റെ ഈ ഒരു സെക്ഷനിൽ ഞാനത് പ്രൊവൈഡ് ചെയ്യാം, ആ ഒരു സെക്ഷനിൽ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ. കൂടാതെ നിങ്ങൾക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടുകയും ചെയ്യും, ഇൻസ്റ്റാളേഷൻ മെത്തേഡ് എങ്ങനെയാണെന്നുള്ള ഓരോ സ്റ്റെപ്സ്, ഓരോ OS ഫ്ലേവർ അനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൂബി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് wget ഇല്ലെങ്കിൽ നമുക്ക് wgetഉം കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നീട് വേണ്ടത് നമുക്ക് ഉബുണ്ടു എന്ന് പറഞ്ഞ ഒരു ഡിഫോൾട്ട് യൂസറിൻ്റെ ഹോം ഫോൾഡറിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു പാക്കേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ആ ഒരു ഏജൻറ്റിൻ്റെ പാക്കേജ് ഒരു S3 ലൊക്കേഷനിലാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ wget കമാൻഡ് ഉപയോഗിച്ച് നമ്മളത് ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് സർവീസ് അൺഅവൈലബിൾ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് കണക്ടിവിറ്റി ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, ഇപ്പം അവർ ആ ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഇതിൽ വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് ഒന്നുകൂടെ ഡോക്യുമെൻറ്റേഷൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്ന്. ഓക്കെ, ഡോക്യുമെൻറ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ enter the following command. Bucket name is the name of the Amazon S3 bucket that contains the CodeDeploy resource kit files for your region. Region identifier is the identifier for your region. For example, okay, bucket name with AWS CodeDeploy and replace region with region identifier. നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇത് അതുപോലെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അതിന് പകരമായിട്ട് ബക്കറ്റ് നെയിം മാറ്റിയിട്ട് നമ്മൾ AWS CodeDeploy US EC2, അതായത് നിങ്ങൾ ഏത് റീജിയനിലാണ് നിങ്ങളുടെ അക്കൗണ്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് നമ്മുടെ അക്കൗണ്ട് വന്നിട്ട് US EC2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ അത് മാറ്റണം. അപ്പോൾ ബക്കറ്റ് നെയിം ഡോട്ട് റീജിയൻ ഐഡൻറ്റിഫയർ വന്നിട്ട് US EC2 എന്നും പറഞ്ഞ് നമ്മൾ മാറ്റണം. US EC2 എന്നും പറഞ്ഞ് മാറ്റണം. അത് കഴിഞ്ഞിട്ട് ബക്കറ്റ് നെയിം അവർ ആ ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബക്കറ്റ് നെയിം എടുക്കണം. അതായത് AWS CodeDeploy US EC2 എന്നും പറഞ്ഞിട്ട് അതാക്കണം. നമുക്ക് അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീണ്ടും. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഈ ഒരു കമാൻഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. കണ്ടില്ലേ, ആ ഒരു ഫയലൂടെ വന്നു, ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഫയലൂടെ വന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പ്രൊസീഡ് ചെയ്യാം. ഇനി ആ ഫയൽ നമുക്ക് എക്സിക്യൂട്ടബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് chmod+x കൊടുത്തിട്ട് ആ ഒരു കമാൻഡ് അവിടെ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ആ ഫയൽ റൺ ചെയ്യാം നമുക്ക്. ഓക്കെ, അതിപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. നമുക്കിനി അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. sudo സർവീസ് കമാൻഡ് വെച്ചിട്ട് സ്റ്റാറ്റസ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ റണ്ണിങ് തന്നെയാണ്. റണ്ണിങ് അല്ലെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സ്റ്റാർട്ട് കമാൻഡ് കൊടുക്കാം. നിങ്ങൾക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് CodeDeploy Agent സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി റണ്ണിങ് ആണ്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് നമ്മൾ അതുപോലെ ഒന്ന് ഫോളോ ചെയ്യുന്നുള്ളതേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അതിപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഈ സ്റ്റാറ്റസ് റണ്ണിങ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ CodeDeploy Agent നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയായപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ CodeDeploy Agent സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ EC2 ഇൻസ്റ്റൻസ് ഓൾറെഡി ഉണ്ട്. അതിൽ നമ്മൾ റോള് ക്രിയേറ്റ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഇൻസ്റ്റൻസ് ഉണ്ട്, നമുക്ക് റോൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ CodeDeploy Agent നമ്മൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ CodeDeployയിൽ പോയിട്ട് നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം ആദ്യം. അപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ്സ് നടത്തുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് വേണ്ട മറ്റൊരു റിക്വയർമെൻറ്റ്, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഓൾറെഡി നമുക്കുള്ള EC2 ഇൻസ്റ്റൻസിൽ നമുക്ക് ടാഗ് ചെയ്യണം. അതായത് ഒരു പേരിട്ട് വിളിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ ടാഗ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ബേസ് ചെയ്ത് നമുക്ക് ഗ്രൂപ്പിംഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ടാഗ്സ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷൻ ജസ്റ്റ് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു EC2 ഇൻസ്റ്റൻസിന് ഇപ്പോൾ ടാഗൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനൊരു ടാഗ് ഇടണം. നമുക്ക് 2 ടാഗ് ഇട്ട് കൊടുക്കണം ഇതിന്. അപ്പോൾ ടാഗ് ഇടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 ടാഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് നെയിം വന്നിട്ട് വെബ് സെർവർ എന്നും പറഞ്ഞ് കൊടുക്കാം. നെയിം എന്ന് പറഞ്ഞാൽ അതുപോലെ 2 ടാഗ് ഇതാണ്, ഒന്ന് നെയിമും പിന്നെ ഒന്ന് കീ ആണ്. നമുക്ക് കീയും വാല്യൂ എന്നുള്ളൊരു പെയർ, ആ ഒരു പെയർ ബേസിലാണ് നമ്മൾ ടാഗ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലാവും ഇവിടെ. അത് നമുക്കിവിടെ EC2 ഇൻസ്റ്റൻസ് എടുക്കുക. ആ ഒരു EC2 ഇൻസ്റ്റൻസ് ഇവിടെ ടാഗ് എന്നും പറഞ്ഞൊരു ടാബ് കാണും. ആ ടാബ് എടുക്കുക നിങ്ങൾ. അവിടെ മാനേജ് ടാഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ നമുക്ക് നെയിം, ഞാൻ പറഞ്ഞതുപോലെ നെയിം എന്നും പറഞ്ഞ് നമുക്ക് ആദ്യം കൊടുക്കാം. നമുക്ക് കീ വന്നിട്ട് നെയിം കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതനുസരിച്ച് നമുക്ക് ഗ്രൂപ്പ് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ നെയിം എന്നും പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഞാൻ അതിൻ്റെ വാല്യൂ വന്നിട്ട് വെബ് സെർവർ എന്ന് കൊടുത്തു. ഓക്കെ, അടുത്ത ഒരു ടാഗും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അടുത്ത ഞാൻ എൻവയോൺമെൻറ്റ് എന്നും പറഞ്ഞൊരു പേര് ക്രിയേറ്റ് ചെയ്തു, ഒരു കീ ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാൻ വാല്യൂ കൊടുക്കുന്നത് ഇപ്പം ഡെവലപ്മെൻ്റ് എന്ന് കൊടുക്കാം. അപ്പം നമ്മളിപ്പോൾ 2 ടാഗ്സ് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് എത്ര ടാഗ്സ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ടാഗ്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഗ്രൂപ്പിംഗ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻവയോൺമെൻറ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കുന്ന EC2 ഇൻസ്റ്റൻസ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ അപ്പോഴെല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുന്ന ടാഗ്സ് ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ വെബ് സെർവേഴ്സ് എന്ന ടാഗ് പേരുള്ള എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനാണ് നമുക്ക് ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നത് ബേസിക്കലി അങ്ങനത്തെ പർപ്പസിനെല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ CodeDeployയിൽ നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ EC2 ഇൻസ്റ്റൻസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ടാഗ്സ് ബേസ് ചെയ്തിട്ടാണ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ടാഗ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്ര 2 ടാഗ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം സേവ് കൊടുക്കുകയാണ്.
ഉണ്ടല്ലേ. അപ്പോൾ പേര് ഇവിടെ തന്നെ കാണാൻ പറ്റും, വെബ് സെർവർ എന്നുള്ള ആ ഒരു മെയിൻ ഇവിടെ വിസിബിൾ ആയതുകൊണ്ട്. നമുക്ക് അല്ലാതെ ടാഗ്സ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കാണണമെങ്കിൽ ഈ ഒരു ടാഗ്സ് എന്ന് പറഞ്ഞ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കറസ്പോണ്ടിങ് EC2 ഇൻസ്റ്റൻസിൻ്റെ ക്രിയേറ്റ് ചെയ്ത ടാഗ്സ് ഇവിടെ ലിസ്റ്റഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ നമ്മുടെ പ്രീ റിക്വസ്റ്റീസ് എല്ലാം തന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് നമ്മൾ ഒരു EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്തു, അതിലോട്ട് SSH ഉപയോഗിച്ച് കണക്ട് ചെയ്തു, കോഡ് ഡിപ്ലോയ് ഏജൻറ്റ് നമ്മൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തു, സ്റ്റാറ്റസ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് നമ്മൾ ആദ്യം ചെയ്തത് ഒരു റോള് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. EC2 ഇൻസ്റ്റൻസിന് S3യിലുള്ള ഫയൽസ് റീഡ് ഒൺലി പെർമിഷൻ കൊടുത്താൽ മതി, ഫുൾ ആക്സസ് കൊടുക്കണമെന്നില്ല. നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഫുൾ ആക്സസ് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ പ്രൊഡക്ഷൻ എൻവയൺമെൻറ്റിൽ എപ്പോഴും നമ്മൾ ഈ റോൾസും പോളിസീസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ മിനിമം റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അത് മാത്രമായിട്ട് അലോ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് റീഡ് ഒൺലി ആക്സസ് മാത്രം മതി എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ റോൾ ക്രിയേറ്റ് ചെയ്തപ്പോഴും EC2 ഇൻസ്റ്റൻസിന് S3യിൽ നിന്ന് റീഡ് ഒൺലി ആക്സസ് എന്ന് പറഞ്ഞുള്ളൊരു റോൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ ടാഗും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് പ്രീ റിക്വസ്റ്റീസ് നമ്മുടെ കോഡ് ഡിപ്ലോയ് ഏജൻറ്റിൽ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത സെഷനിൽ നോക്കി മനസ്സിലാക്കാം.